ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം. ശ്ലോകം 7. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യേ ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. വിവർത്തനം. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്കെന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാലും. ഭാവാർത്ഥം. പ്രകൃത്യ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഓരോ അടിവെപ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റാനുതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ആത്മീയ ആചാര്യന്റെ സഹായം തേടണമെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിധിക്കുന്നുണ്ട്. ആരും കൊളുത്താതെ തന്നെ ആളിക്കത്തുന്ന കാട്ടുതീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നുപെടുന്നു. ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. കാട്ടുതീ ആർക്കും ആവശ്യമില്ലെങ്കിലും അത് കത്തിപ്പടരുക തന്നെ ചെയ്യുന്നു. നമ്മൾ സംഭ്രാന്തരാകുന്നു. ജീവിതത്തിലെ സംഭ്രാന്തികളിൽ നിന്ന് മോചനം കൈവരിക്കാനും ശാസ്ത്രസമ്മതമായ പരിഹാരം നേടാനുമായിക്കൊണ്ട് ഒരാൾ പാരമ്പര്യമുള്ള ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ടതാണെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു. വിശ്വാസ്യനായ ആത്മീയ ഗുരുവിനെ ലഭിച്ച ഒരു വ്യക്തി എല്ലാം അറിയേണ്ടതാണ്. ഭൗതികമായ സംഭ്രമങ്ങളിൽപ്പെട്ടു ഉഴലാതെ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. അതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ആരാണ് ഭൗതികങ്ങളായ വിഷമപ്രശ്നങ്ങളിൽ പെടുന്നത്? ജീവിതത്തിൽ സമസ്യകളെപ്പറ്റി അറിയാത്തവൻ. ബൃഹദാരണ്യകോപനിഷത്തിൽ 3:8-10 സംഭ്രാന്തനായ മനുഷ്യനെപ്പറ്റി പറയുന്നു. യോവാ ഏതദക്ഷരം ഗാർഗ്യ വിദിത്വാസ്മാ ലോകാത് പ്രൈതി സ കൃപണഃ. ആത്മസാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രമറിയാതെ മനുഷ്യനെന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകം ത്യജിക്കുന്നവൻ കൃപണനാണ്. ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ മനുഷ്യജന്മത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവാത്മാവിന് അത് ഒരു അമൂല്യ സ്വത്താണ്. അതുകൊണ്ട് ഈ അവസരം വേണ്ട വിധം ഉപയോഗിക്കാത്തവൻ കൃപണൻ തന്നെ. എന്നാൽ ബ്രാഹ്മണനാകട്ടെ ഈ ശരീരത്തെ ബുദ്ധിപൂർവം ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുപയോഗിക്കുന്നു. യ ഏതദക്ഷരം ഗാർഗി വിദിത്വാസ്മാലോകാത് പ്രൈതി സ ബ്രാഹ്മണഃ. ഭൗതികമായ ജീവിത വീക്ഷണത്തോടെ സ്വന്തം കുടുംബം, സമൂഹം, രാജ്യം എന്നിവയിൽ ആവശ്യത്തിലധികം സ്നേഹം പുലർത്തിക്കൊണ്ട് സമയം പാഴാക്കുന്നവനാണ് കൃപണൻ. ഭാര്യ, മക്കൾ, മറ്റ് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന കുടുംബജീവിതം മിക്കവാറും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇതൊരു തരം ത്വക്ക് രോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് പറയാം. സ്വകുടുംബാംഗങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് കഴിയുമെന്ന്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ സമൂഹത്തിനോ തന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് കൃപണൻ വിചാരിക്കുന്നു. അത്തരം കുടുംബസ്നേഹം സ്വന്തം കുട്ടികളെ പോറ്റുന്ന താണതരം മൃഗങ്ങളിൽ പോലും കാണാം. കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും അവരെ മരണത്തിൽ നിന്നും രക്ഷിക്കണമെന്ന ആഗ്രഹവുമാണ് തന്റെ സംഭ്രാന്തിക്ക് കാരണമെന്ന് ബുദ്ധിമാനായ അർജുനൻ അറിയാം. തന്റെ കർത്തവ്യമായ യുദ്ധം കാത്തു നിൽക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഈ സങ്കുചിതമായ ദൗർബല്യം മൂലം ആ കടമ നിറവേറ്റാൻ കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ സർവോത്തമനായ ആത്മീയ ഗുരുവായ ശ്രീകൃഷ്ണനോട് അസന്നിഗ്ധമായി പ്രശ്നപരിഹാരമുണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം. സൗഹൃദ സംഭാഷണങ്ങൾ നിർത്തി അർജുനൻ ശിഷ്യനെന്ന നിലയിൽ കൃഷ്ണന് സ്വയം സമർപ്പിക്കുന്നു.
ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം ഗൗരവമുറ്റതാണ്. ഇനി പ്രാമാണികനായ ആധ്യാത്മിക ഗുരുവുമായി അത്തരം സംഭാഷണത്തിൽ ഏർപ്പെടാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവത്ഗീതാ ശാസ്ത്രത്തിന്റെ ആദിമ ഗുരു കൃഷ്ണനും ഗീതാ പഠനം നടത്തുന്ന ആദ്യത്തെ ശിഷ്യൻ അർജുനനുമായി. അർജുനൻ എങ്ങനെ ഗീതാസാരം ഉൾക്കൊണ്ടു എന്നത് ഭഗവത്ഗീതയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണനിലെ അജനയാണ് കൃഷ്ണൻ എന്ന വ്യക്തിയെ അല്ല ശരണം പ്രാപിക്കേണ്ടതെന്ന് മൂഢരായ ഭൗതിക പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. കൃഷ്ണനിൽ അന്തർഗതൻ, ബഹിർഗതൻ എന്നിങ്ങനെ വ്യത്യാസമില്ല. ഈ സത്യം ഗ്രഹിക്കാതെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവൻ പമ്പര വിഡ്ഢിയാണ്. ഹരി കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.